സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ഈശോ ഏകരക്ഷകനാണെന്നുള്ള സത്യം എങ്ങനെ ജനതകളിലേക്ക് എത്തിക്കാമെന്നതിനെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായൊരു കൂട്ടായ്മയാണിത്. കാരണം 2000 വർഷമായി സഭ പ്രേക്ഷിതയാണ് എന്നിരിക്കെ തന്നെ സഭ ലോകത്ത് ആയിരിക്കുന്നു. സഭയിൽ അനേകം വിശുദ്ധാത്മാക്കൾ രൂപം കൊണ്ടിരിക്കുന്നു. അനേകം സന്യാസഭകൾ സഭയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ആവിർഭാവത്തോടുകൂടി ഈ മൂവ്മെൻ്റ് സഭയുടെ എല്ലാ തലങ്ങളിലേക്കും തന്നെ ഇപ്പോൾ പടർന്നിരിക്കുന്നു. സഭയിൽ ഇപ്പോൾ വളരെ തീക്ഷ്ണതയുള്ള വൈദികരുണ്ട്, അൽമായരുണ്ട്, മെത്രാന്മാരുണ്ട്. എന്നിരിക്കെ തന്നെ സുവിശേഷം വേണ്ട രീതിയിൽ പ്രഘോഷിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് സഭയുടെ മഹാജൂബിലിയും ഈശോ രണ്ടാമത്തെ വരവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് യഥാർത്ഥ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നില്ല എന്നത് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് തങ്ങളൊരു പ്രത്യേക ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ശുശ്രൂഷകർ ഒരു പുതിയ ചൂട് വെച്ചിരിക്കുകയാണ്. 2014 പവർ ഇവാഞ്ചലൈസേഷൻ, പിന്നെ എന്താണ് ഹീലിംഗ് ഹാൻഡ്സ്. കഴിഞ്ഞ വർഷം എന്തായിരുന്നു? ഇപ്പോൾ ഇതാ നമ്മൾ 100 കോൺഫറൻസ് എത്തി നിൽക്കുകയാണ്. ദൈവം നൽകിയ വലിയ ദർശനം സ്വീകരിച്ച ഈ ക്രിസ്ത്യൻ ശുശ്രൂഷ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിനോട് സഹകരിച്ച അവർക്ക് എല്ലാവിധ ദൈവങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. പവർ ഇവാഞ്ചലൈസേഷന് വേണ്ടി ഒരു ലഘുഗ്രന്ഥം ഞാൻ എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ പേര് ഭൂമിയിൽ തീയിടുവാൻ എന്ന പേരായിരുന്നു. ഭൂമിയിൽ തീയിടുവാൻ. ഒരുപക്ഷെ നിങ്ങൾ കൈവശ പുസ്തകം ഉണ്ടായിരിക്കും. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലഘുഗ്രന്ഥമായിരുന്നു അത്. 100 കോൺഫറൻസിന് വേണ്ടി ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കൈവശമുണ്ട്. വിളവധികം വേലക്കാരെ ചുരുക്കുന്ന പേരിലുണ്ട്. ഈശോ ഏകരക്ഷ എന്നുള്ള ആ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങളും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ലഘുഗ്രന്ഥമാണിത്. വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തിൻ്റെ ഒരു ചെറിയ സംഗ്രഹം മാത്രമാണ് പുസ്തകത്തിലുള്ളത്. അതിലെ ഒരു പ്രധാന വിഷയമാണ് നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നത്. അങ്ങനെ ഗൗരവമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യം 22. മത്തായി 7, 22, 23 വചനങ്ങളാണ്. അന്ന് വന്ന് പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും. നമ്മൾ ഒരുപക്ഷെ ഒത്തിരിയേറെ തവണ വായിച്ചിട്ട് ഒരു അതിപരിചയ നിമിത്തം അതിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന വചനമാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ വചനം ആരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആ വചനം ശുശ്രൂഷകരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വളരെ ഗൗരവമായ രീതിയിൽ ശുശ്രൂഷ ചെയ്ത ചിലർ
അന്ത്യവിധി നാളിൽ നരകത്തിലേക്ക് പതിക്കുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണത്. അതുകൊണ്ട് തന്നെ വളരെ ഭയപ്പാടോടുകൂടി നമ്മൾ, അല്ലെങ്കിൽ വളരെ വിസ്മയത്തോടെ തന്നെ നമ്മൾ വായിച്ചിരിക്കേണ്ട വചനമാണത്. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഈശോ കൊടുത്ത വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് ഏതാണ്ട് വിജയകരമായി തന്നെ ശുശ്രൂഷ ചെയ്ത വ്യക്തികളാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അത് നമ്മൾ വിസ്മയിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നാണ്. ഈശോ തന്നെ കൊടുത്ത വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്ത വ്യക്തികളാണ് ഈശോ പറയും, ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇത് നമ്മളെ വിസ്മയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സത്യമാണ്. രണ്ടാമത്തെ ചിന്ത ഇതാണ്: ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തികൾ ഏതെങ്കിലും പാപം ചെയ്തതായോ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഏതെങ്കിലും പാപം ചെയ്യാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല, അവരെല്ലാം പുണ്യങ്ങളാണ് ചെയ്തത്. പിശാചിനെ പുറത്താക്കുന്ന പാപമാണോ? പ്രവചിക്കുന്ന പാപമാണോ? ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന പാപമാണോ? അല്ല. ഒരു പാപം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈശോയുടെ നാമത്തിൽ പുണ്യങ്ങൾ ചെയ്ത വ്യക്തികൾ തന്നെ നരകത്തിൽ പതിക്കുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇത് വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു വചനമാണ്. വാസ്തവത്തിൽ ദൈവത്തിന് മുമ്പിൽ എന്താണ് ഈ പാപത്തിൻ്റെ മാനദണ്ഡം? മൂന്നാമത്തെ ഗൗരവമേറിയ ചിന്ത: ഈ ശുശ്രൂഷകർ തങ്ങളുടെ മരണം വരെ തിരിച്ചറിഞ്ഞില്ല തങ്ങൾ വഴിതെറ്റിയാണ് നീങ്ങുന്നതെന്ന്. കാരണം മറ്റൊന്നായിരിക്കുകയില്ല, ഇവരുടെ ശുശ്രൂഷകൾ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പ്രശംസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിൽ ഇവർക്ക് സംശയം തോന്നാൻ സാധ്യതയില്ല, തങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ട്രാക്കിലാണ്. ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അപ്പം അങ്ങനെ ഒരു വലിയ ഭയാനകത ശുശ്രൂഷ മുമ്പിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതാണ്, ശുശ്രൂഷ ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം സഭ അപ്പോസ്തോലികമായിരിക്കുന്നത് കൊണ്ട് ഒരു കത്തോലിക്കൻ്റെ സ്വഭാവമായിരിക്കണം അപ്പോസ്തോലിക തീഷ്ണത അല്ലെങ്കിൽ പ്രേക്ഷിത തീഷ്ണത. കത്തോലിക്ക സഭയ്ക്കുള്ള 4 ലക്ഷണങ്ങളും ഒരു കത്തോലിക്ക വിശ്വാസിയിലും തിളങ്ങി നിൽക്കേണ്ടതാണ്. അപ്പോസ്തോലിക ദൗത്യം ചെയ്ത് നമുക്ക് യാതൊരു ഒഴികഴിവുമില്ല. അൽമായ പ്രേക്ഷിതത്വം നമ്പർ 2 പറയുന്നുണ്ട്, സഭ അൽമായ പ്രേക്ഷിതത്വം അൽമായ വിശ്വാസികളിലെ ക്രിസ്തീയ ദൈവവിളി പ്രേക്ഷിതനാകാൻ വേണ്ടി വിളിയാണെന്നുള്ളത് അൽമായ പ്രേക്ഷിത നമ്പർ 2 പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആർക്കും പ്രേക്ഷിതത്വം ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. എന്നാൽ അതേസമയം തന്നെ ഈ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് വന്നു ഭവിക്കാൻ പോകുന്ന വലിയ അപകടം എപ്പോഴും നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് ഈ ശുശ്രൂഷകർക്ക് എന്താണ് അപകടം പറ്റിയത്, ഈ അപകടം നമുക്ക് പറ്റാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വർഗം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ കൃത്യമായ ശുശ്രൂഷ ഏതാണ്? നമ്മളതാണ് ഈ മണിക്കൂറിലൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. സഭയുടെ പ്രബോധനങ്ങളുടെയും വിശുദ്ധ ബൈബിളിൻ്റെയും ആ പ്രകാശം നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈശോയാണ് ഏകരക്ഷ എന്നുള്ള സത്യം എങ്ങനെ ജനതകളെ അറിയിക്കാൻ പറ്റും എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കും. സഭയിലെ ഒരു വലിയ പുണ്യവാനും ഒരു ആധ്യാത്മിക നിയന്ത്രവുമായിരുന്നു ജോൺ ഓഫ് ആവില. ആവിലയിലെ വിശുദ്ധ ജോൺ. അദ്ദേഹം അനേകം സന്യസ്തരുടെ ഒരു ആത്മീയ നേതാവായിരുന്നു. ഒരിക്കലും യുവ മിഷണറി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ പിതാവേ, എനിക്ക് കൂടുതൽ തീക്ഷ്ണതയുള്ള ഒരു പ്രേക്ഷിതനായി മാറണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജോൺ ഓഫ് ആവില ഇങ്ങനെ പറഞ്ഞു, നീ കൂടുതൽ സ്നേഹമായി തീരുക. എന്താണ് പറഞ്ഞത്? നീ കൂടുതൽ സ്നേഹമായി തീരുക. കത്തോലിക്ക സഭയിലെ ഒരു സന്യാസഭയാണ് ക്ലരീഷ്യൻ സഭ. ക്ലരീഷ്യൻ സഭ എൻ്റെ സ്ഥാപകൻ മിസ്റ്റർ ആൻ്റണി മേരി ക്ലാരറ്റാണ്. മിസ്റ്റർ ആൻ്റണി മേരി ക്ലാരറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹം ഒരു മെത്രാപ്പൊലിത്തയായിരുന്നു. തീക്ഷ്ണതയേറിയൊരു മിഷണറിയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചിരിക്കണം. ഒരുപക്ഷെ വിശുദ്ധാത്മാക്കളുടെ ആത്മകഥയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ ഇത്രമാത്രം മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റൊരു പുസ്തകമില്ല. എൻ്റെ ജീവിതത്തിന് ഏറ്റവും അധികം എന്നെ സ്പർശിച്ചിട്ടുള്ള പുസ്തകമാണ് മിസ്റ്റർ ആൻ്റണി മേരി ക്ലാരറ്റിൻ്റെ ആത്മകഥ. അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. അനേകം വിശുദ്ധാത്മാക്കളുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ചരിത്രവും അവരുടെ മിഷൻ പ്രവർത്തന രീതികൾ അദ്ദേഹം പറയുന്നുണ്ട്. മിഷൻ പ്രവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അനേകം ഗൈഡൻസ് ആ പുസ്തകത്തിലുണ്ട്. അതിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു മിഷണറിക്ക് ഏറ്റവും ആവശ്യമുള്ള പുണ്യം സ്നേഹമാണ്. ഒരു മിഷണറിക്ക് ഏറ്റവും ആവശ്യമുള്ള പുണ്യം സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് ഏറ്റവും വലിയ പ്രാസംഗികൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ മിഷണറി. നമ്മുടെ ഈ അടുത്ത കാലത്ത് വിശുദ്ധിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് മദർ തെരേസ, കൽക്കട്ടയിലെ മദർ തെരേസ. മദർ തെരേസയുടെ ജീവിതശൈലി വാക്കുകൾ നമ്മൾ ഏറെ
ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാന കാരണമുണ്ട്. മദർ ജീവിച്ചിരുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിൽ ജീവിച്ച് വിജയിച്ച എന്ന വ്യക്തി എന്ന നിലയിൽ, ഏഷ്യയെ മനസ്സിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയുള്ള നിലയിൽ മദർ തെരേസയുടെ വാക്കുകൾ നമ്മൾക്ക് ഏറെ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. മദർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിൻ്റെ മതം സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ മതം സ്നേഹമാണ്, സ്നേഹം പ്രചരിപ്പിക്കലാണ്. ഒരു സുവിശേഷ പ്രഘോഷകൻ സ്നേഹം പ്രചരിപ്പിക്കുന്നവനും ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞവനും മറ്റുള്ളവരുടെ ആത്മാക്കളിലേക്ക് സ്നേഹം ഒഴുക്കുന്നവനുമായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മതം സ്നേഹമാണ്, സ്നേഹം പ്രചരിപ്പിക്കലാണ്. ഒരു സുവിശേഷ പ്രഘോഷകൻ മറ്റുള്ളവരെ സ്നേഹം അറിയിക്കുന്നവനും ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞവനും മറ്റുള്ളവരിലേക്ക് സ്നേഹം ഒഴുക്കുന്നവനുമായിരിക്കണം. സഭയിലെ വളരെ പേര് കേട്ട ഒരു വേദപാരംഗതനാണ് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രൂസ്, യോഹന്നാൻ ക്രൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യോഹന്നാൻ ക്രൂസ് സഭയിലെ വളരെ പ്രശസ്തനായ ഒരു വേദപാരംഗതനാണ്. അദ്ദേഹം ഒരിക്കൽ പ്രകാരം പറയുകയുണ്ടായി: ഹൃദയത്തിൽ സ്നേഹമില്ലാതെ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കാൾ സഭയ്ക്ക് പ്രയോജനകരം പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ചെറുചലനമാണ്. ഹൃദയത്തിൽ സ്നേഹമില്ലാതെ തിരുസഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ സഭയ്ക്ക് പ്രയോജനകരം പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ചെറുചലനമാണ്. ഇതേ ആശയം തന്നെ ഈശോ വിശുദ്ധ പൗസ്തീനോട് ഒരിക്കൽ പറഞ്ഞു. പൗസ്തീനെ പണി ഒരിക്കൽ ഈശോ പ്രകാരം പറഞ്ഞു: അപൂർണമായ ആയിരക്കണക്കിന് പ്രവൃത്തികളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിർമ്മല സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അപൂർണമായ ആയിരക്കണക്കിന് പ്രവൃത്തികളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിർമ്മല സ്നേഹത്തിൻ്റെ ഒരു ചെറു പ്രവൃത്തിയാണ്. മിഷൻ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരിക്കൽ പറഞ്ഞു: ദൈവസ്നേഹത്തെ പ്രതി നിലത്തു നിന്ന് ഒരു മൊട്ടുസൂചി എടുക്കുന്നത് മതി ഒരാത്മാവിനെ മനസ്സാന്തരപ്പെടുത്തുവാൻ. ദൈവസ്നേഹത്തെ പ്രതി നിലത്തു നിന്ന് ഒരു മൊട്ടുസൂചി എടുക്കുന്നത് മാത്രം മതി ഒരാത്മാവിനെ മനസ്സാന്തരപ്പെടുത്തുവാൻ. നിങ്ങളിപ്പോൾ കേട്ട വിശുദ്ധാത്മാക്കളുടെ ഈ പ്രബോധനങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങളല്ല ആത്മരക്ഷയ്ക്ക് അത്യാവശ്യം, ഹൃദയത്തിലുള്ള നമ്മളുടെ സ്നേഹമാണ്. ഹല്ലേലൂയ. നമ്മളെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹമാണ്. വളരെ വിസ്മയകരമായൊരു കാര്യങ്ങളിലൊന്നാണ്, നമുക്ക് സ്നേഹം കൂടാതെ എല്ലാത്തരം പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആത്മരക്ഷാ പ്രവൃത്തികളും ചെയ്യാൻ വേണ്ടി പറ്റിയല്ലേ? പറ്റുമെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം കൂടാതെ എല്ലാത്തരം വരങ്ങളും ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹമില്ലാതെ തന്നെ നിങ്ങളുടെ സമ്പത്തുകളെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സ്നേഹമില്ലാതെ തന്നെ വേണമെങ്കിൽ രക്തസാക്ഷിത്വം നടത്താൻ വേണ്ടി പറ്റുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പം ചെല്ലെങ്കിൽ വിചാരിക്കും, ഈശോ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതൊക്കെ വലിയ സ്നേഹമില്ല എന്ന്. ഇപ്പം ബലി കൊടുക്കുന്ന സ്നേഹമല്ലേ? സ്നേഹം നിർബന്ധമില്ല. ക്രിസ്തീയ രക്തസാക്ഷിത്വം കുറച്ചുകൂടി വേറിട്ട ഒന്നാണ്. അവർക്ക് സഹിക്കാനുള്ള ശക്തി മാത്രമല്ല, തന്നെ കൊല്ലാൻ വരുന്ന വ്യക്തിയെ അനുഗ്രഹിച്ച് സ്നേഹിച്ച് താനായിരിക്കുന്ന സ്വർഗത്തിൽ അവൻ കൂടി എത്താമെന്നുള്ളൊരു സ്നേഹം കൂടി അതിനാവശ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തീയ രക്തസാക്ഷ്യത്തിൻ്റെ സഹനശക്തി മാത്രം പോരാ, എന്നെ ആര് കൊല്ലാൻ വേണ്ടി വരുന്നുവോ അവനെ അനുഗ്രഹിച്ച് സ്നേഹിച്ച് ഞാൻ എത്തിപ്പോകാൻ പോകുന്ന സ്വർഗത്തിലേക്ക് അവനും കൂടി എത്തണം എന്നുള്ള വലിയ സ്നേഹം കൂടി ആവശ്യമുണ്ട്. മരിയാകുലത്തെ നമ്മൾ ശുദ്ധതയുടെ ഒരു വിശുദ്ധിയായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ചിന്ത പോകുന്നത് അങ്ങനെയല്ല. എൻ്റെ ചിന്ത പോകുന്നത് മരിയാകുലത്തെ സ്നേഹത്തിൻ്റെ വലിയ ദിഗമാണ്. കാരണം തന്നെ കൊല്ലാൻ വരുന്ന അലക്സാണ്ടറിനോടും, അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോവും. അപ്പം അലക്സാണ്ടറിൻ്റെ ആത്മരക്ഷ തൻ്റെ ഉത്തരവാദിത്തമായി കരുതുന്നൊരു വലിയ സ്നേഹം മരിയാകുലത്തിലുണ്ടായിരുന്നു. നമ്മുടെ വിഷയത്തിൽ ഞാൻ അല്പം വ്യതിയിലേക്കാണ്. ഇപ്പോൾ ഈ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 1-2 ചിന്ത പറയാൻ വേണ്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമ്മളിപ്പോഴും വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സാക്ഷി എന്ന വാക്കിന് മൂല വാക്ക് വരുന്നത് മെർത്തുറൈൻ എന്ന വാക്കാണ്. മെർത്തുറൈൻ വാക്കിൻ്റെ രക്തസാക്ഷി എന്നാണ്. ക്രിസ്തീയ ദൈവവിളി രക്തസാക്ഷിയാകാൻ വേണ്ടിയുള്ള വിളിയാണ്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ആദിമസഭയിൽ രക്തസാക്ഷിത്വം ഉണ്ടായത് ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. 1 അല്ല 2 അല്ല 3 നൂറ്റാണ്ടുകൾ, 300 വർഷങ്ങളാണ് ആദിമസഭ രക്തസാക്ഷിത്വത്തിൻ്റെ ആ പീഡനങ്ങളായിരുന്നത്. ഒരു യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതല്ല.
കാരണം ക്രിസ്തീയ വിശ്വാസവും രക്തസാക്ഷിത്വം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമെങ്കിൽ ഏത് സമയത്ത് രക്തസാക്ഷിത്വം വരിക്കാനുള്ള സമർപ്പണമാണ്. ഞാൻ തൊടുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമും പൊട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങളും ചർച്ച ഉണ്ടായ സമയത്താണ്. അപ്പോൾ ഒരാളിനെ വിളിച്ച് പറഞ്ഞു, ബ്രദർ എത്രയും പെട്ടെന്ന് തൊടുപുഴയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണം. ഞാൻ എന്ത് പറ്റി? ഡാമങ്ങാനെ പൊട്ടിയാൽ ബ്രദർ മരിച്ചു പോകത്തില്ലേ? അപ്പോൾ നമുക്കൊരു ശുശ്രൂഷ നഷ്ടപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്ക് വെള്ളം കുടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വല്ലതും ഉണ്ടോ? ഇത് വെറുതെ പറഞ്ഞതല്ല. നമ്മളുടെ ദൈവവിളി രക്തസാക്ഷിത്വമാണെന്ന് നമുക്ക് ബോധ്യം ലഭിച്ചു കഴിയുമ്പോൾ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ എളുപ്പമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വലിയ ലക്ഷ്യമുണ്ടായി കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യം നമുക്ക് വളരെ എളുപ്പമായി തീരും. ഇപ്പം നമുക്ക് രക്തസാക്ഷിത്വത്തെ ആ ഒരു വിശ്വാസം ബോധ്യമില്ലാത്തൊരു ചെറിയ ചെറിയ സഹനങ്ങൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കേണ്ടവരല്ല. തീർച്ചയായിട്ടും ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ നൂറ്റാണ്ടാണ്. ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ നൂറ്റാണ്ടാണ്. പുറമേ ഉള്ള ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ താമസമിന നമ്മളെ കൂടി സ്പർശിക്കാവുന്ന ഒരു നൂറ്റാണ്ടിലെ സമയത്തിലാണ് നമുക്കുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് സ്നേഹം ഹൃദയത്തിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഏത് പ്രവൃത്തിയും ചെയ്യാം. സുവിശേഷം പ്രസംഗിക്കാം, നമുക്ക് ത്യാഗപ്രവൃത്തികൾ ചെയ്യാം, വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാം, നമുക്ക് സഹിക്കുക പോലും ചെയ്യാം. ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും, പക്ഷേ ഈ സമയത്തിന് സാന്ദർഭികമായിട്ടുള്ള അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. അന്ത്യവിധിയെക്കുറിച്ചാണ് കഥ. അന്ത്യവിധിയെക്കുറിച്ച് തന്നെയാണ് കഥ ഇരിക്കുന്നത്. അന്ത്യവിധിയുടെ സമയമായി ആത്മാക്കളെല്ലാം വിധിയാളനായ ഈശോ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഇപ്പോൾ ഭൂമിയിൽ വെച്ച് തീക്ഷ്ണമായിട്ട് ശുശ്രൂഷ ചെയ്ത് ചിലർ അങ്ങനെ ഈശോ എടുത്തു വന്നു. പക്ഷേ ഈശോ ഈ തരംതിരിക്കുന്ന സമയത്ത് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇടത്ത ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. ഭൂമിയിലായിരുന്നപ്പോൾ തീക്ഷ്ണമായിട്ട് ശുശ്രൂഷ ചെയ്തല്ല ഈശോ ഇടത്ത ഭാഗത്തേക്ക് മാറ്റി നിർത്തി. അപ്പോൾ അവർ പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളുണ്ടല്ലോ, മത്തായി 27 കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ. അപ്പോൾ ഈശോ സമ്മതിച്ചില്ല. അപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് തീക്ഷ്ണത പോരാ. ഇപ്പോൾ ഒരു ചാൻസ് ചോദിച്ചു, കർത്താവേ, ഒരു ചാൻസ് നിങ്ങൾ തരാമോ ഞങ്ങൾക്ക്, ഞങ്ങൾ ഭൂമിയിലേക്ക് പോയി ഒന്നുകൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ ഈശോ ചാൻസ് കൊടുത്തു. ഒരു ഭൂമിയിലേക്ക് വന്ന് തീക്ഷ്ണമായിട്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഷേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം ഈ യാചകരൊക്കെ പിടിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഷേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടി കൂടുതൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ചുകൂടി നല്ല ഡ്രസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി പാവങ്ങൾക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഏർപ്പെട്ടു. വീണ്ടും തിരിച്ച് ഇവർ ഈശോ എടുത്തു വന്നു. ഈശോ വീണ്ടും ഇടത് ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്കാർക്ക് അത്ഭുതമായി. ഇവർ ചോദിച്ചു, എന്താ ഈശോയെ, ഞങ്ങളിങ്ങൊക്കെ ചെയ്തിരുന്നേ ഞങ്ങൾ ഇടത് ഭാഗത്തേക്ക് നിർത്തുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, ശരിയാണ്, എനിക്ക് വിശന്നപ്പോൾ ഞങ്ങളെനിക്ക് ഭക്ഷണം തന്നു. പക്ഷേ വായിക്കകത്തേക്ക് ഭക്ഷണം ഇങ്ങനെ തള്ളിക്കയറ്റുമ്പോൾ എൻ്റെ പല്ലിടിച്ചാണ് അത് വായിക്കകത്തേക്ക് കയറുന്നത്. നിങ്ങളെന്നെ വസ്ത്രം ധരിപ്പിച്ചു, പക്ഷേ എൻ്റെ കയ്യെ കാലിലിട്ട് പിടിച്ച് വലിച്ച് എന്നെ വസ്ത്രം ധരിപ്പിച്ചത്. എന്താ സംഭവം? നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള തിരക്ക് കാരണം സ്നേഹിക്കാൻ മറന്നുപോയി. അത് തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവർ ഭാഗ്യവാൻ എന്നല്ല ഈശോ പിന്നെ എന്താ പറഞ്ഞത്? കരുണയുള്ളവർ നിങ്ങൾ ഭാഗ്യവാന്മാർ. രണ്ട് വ്യത്യാസമുണ്ട്. ഹൃദയത്തിൽ മദർ തെരേസയുടെ പ്രവൃത്തികൾക്ക് ഒരു വിശുദ്ധിയുടെ സ്പർശനം. കാരണം കാരുണ്യ ഹൃദയത്തിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടായത്. നമ്മൾ മിമിക്രിയാണ്. മദർ തെരേസ ചെയ്ത കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ കാരുണ്യമില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായി 7:22-23 ആൾക്കാർ നരകത്തിപ്പാനുള്ള കാരണം. ഹൃദയത്തിൽ സ്നേഹമില്ലാതെ ഇവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രവൃത്തികൾ ഉണ്ടാകേണ്ട ഒരു സ്നേഹ ഹൃദയത്തിൽ നിന്നാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു വചന ശുശ്രൂഷനെ ഫോൺ വിളിച്ചു. അദ്ദേഹം ഉള്ള തീക്ഷ്ണമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ രോഗബാധിതനാണ്. അദ്ദേഹം പറഞ്ഞു, ബിജു ബ്രദറെ, എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം. എന്ത് പറ്റി ബ്രദറെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അടുത്ത ദിവസം എനിക്ക് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നതാണ്. 2-3 മണിക്കൂർ ശുശ്രൂഷ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ രോഗം കാരണം ആ ശുശ്രൂഷ മുടങ്ങിപ്പോയി. ഇദ്ദേഹം രോഗിയായി കുറച്ച് ദിവസങ്ങളായിട്ട് കിടക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷമം, ഈ രോഗാവസ്ഥ മൂലം ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മുടങ്ങിപ്പോയി. വിശുദ്ധ ബെർണദിഗത്ത ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, രോഗികളായ സിസ്റ്റേഴ്സ് ഇല്ലാത്ത കോൺവെൻറ്റ് ദരിദ്രമാണ്. എന്താ പറഞ്ഞത്? രോഗികളായ സിസ്റ്റേഴ്സ് ഇല്ലാത്ത കോൺവെൻറ്റ് ദരിദ്രമാണ്. കാരണം ഓടി നടക്കുന്ന സിസ്റ്റേഴ്സിന് പലപ്പോഴും കൃപയെ അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വരുമ്പോൾ അവിടേക്കുള്ള കൃപ സംഭരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഈ രോഗിയായ സിസ്റ്റേഴ്സ് എന്നുള്ളത്. കത്തോലിക്കാ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണ മാർഗമാണ് സഹനം. ഈ പ്രിയപ്പെട്ട ബ്രദർ അനേകം ദിവസങ്ങളായി സഹനം എന്നുള്ള ഒരു വലിയ രക്ഷാരപ്രവൃത്തി ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമം ഇതാണ്, എനിക്ക് 2 മണിക്കൂർ സമയത്ത് പ്രസംഗിക്കാൻ പറ്റാതെ പോയി. മറ്റൊരാൾ, ഞാൻ ഡൽഹി ചെന്നപ്പോൾ എൻ്റെ ഒരു അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ
അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് പോയി ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷന് ഭയങ്കര വിഷമമായി. അദ്ദേഹം പറഞ്ഞത് എന്നെ തരം താഴ്ത്തി കളഞ്ഞു. മനുഷ്യരുടെ മുമ്പിൽ തന്നെ ദൈവത്തിന് മുമ്പിൽ കൊണ്ട് ഇരുത്തി, അതാണ് പറഞ്ഞത്. എന്നെ തരം താഴ്ത്തി കളഞ്ഞു. മനുഷ്യൻ്റെ മുമ്പിൽ സ്റ്റേ ചെയ്യുന്നിരുന്ന എന്നെ കൊണ്ട് ഇതാ ദൈവത്തിന് മുമ്പിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു. ഞാൻ ഇവിടേക്ക് വരുന്ന 2 ദിവസം മുമ്പ് അധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൂടി ഒരു ധ്യാനഗുരു അച്ഛൻ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനും മറ്റൊരു ധ്യാനഗുരുവും കൂടി അറിയപ്പെടുന്ന ധ്യാനഗുരുവാണ്, ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്നോട് ഈ സംസാരിക്കുന്ന അച്ഛൻ അല്പം എളുപ്പമായിരിക്കുന്നതുകൊണ്ട് ഈ അച്ഛന് അധികം ക്ലാസ് കൊടുത്തില്ല. കാരണം മറ്റേ അച്ഛൻ ഒത്തിരി പ്രഗത്ഭനാണ്, മറ്റേ പ്രഗത്ഭനാണ്. എന്നിട്ട് ആ മറ്റേ അച്ഛനെ കുറച്ച് വിഷമം പഠിച്ചു. ഞാൻ കൊണ്ടുവന്ന ഈ കൊച്ചച്ഛന് അധികം ക്ലാസ് കൊടുക്കുന്നില്ലെന്ന് വിഷമമുണ്ട്. അപ്പോൾ ഈ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞതാണ്, എൻ്റെ ബിജു എനിക്ക് അല്പം പോലും വിഷമം തോന്നിയില്ല. എൻ്റെ കാരണം പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന ബോധ്യം കർത്താവ് എനിക്ക് തന്നിരുന്നു. മിഷൻ മധ്യസ്ഥയായ നമ്മുടെ കൊച്ചു റോസിയ, നിങ്ങൾ സിസ്റ്റേഴ്സിനൊക്കെ അറിയാം, അല്ലെങ്കിൽ പൊതുവെ അറിയാവുന്ന കാര്യമായിരിക്കും. സിസ്റ്റേഴ്സൊക്കെ മരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവിടെ ഇങ്ങനെ ഒരു ബുക്കിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതകാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പം കൊച്ചുരേസ്യ നിങ്ങൾക്കറിയാം, കൊച്ചുരേസ്യ പിണതി വയസ്സ് 24 ജീവിച്ചിരുന്നുള്ളൂ. 24-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അവസാനത്തെ സമയങ്ങളെല്ലാം ക്ഷയം ബാധിച്ച് കിടപ്പിലായിരുന്നു. അപ്പം കാര്യമായ രീതിയിൽ ഒരു പ്രവൃത്തി ഞാൻ പറ്റിയിട്ടില്ല. രോഗബാധിതയായിരുന്നു, പിന്നെ തീർത്ത എളുപ്പമായിരിക്കുന്നുണ്ട്, കാര്യമായ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഒരു സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, അത്രേ ഈ കൊച്ചുരേസ്യയെക്കുറിച്ച് എന്താണ് ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്? ഇവൾ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ. കൊച്ചുരേസ്യ 3 കാര്യം ചെയ്യുന്ന തമാശ പറയാറുണ്ട്. വന്നു, ചുമച്ചു, മരിച്ചു എന്ന് പറയാറുണ്ട്. കാരണം ക്ഷയമായിരുന്നു. ഇപ്പോൾ എന്നാ ഇത് ചെയ്തിരിക്കുന്നത്? എന്നിട്ട് നമ്മളുടെ മിഷൻ ലോകമാകെ നടന്ന് ഈശോയെ അറിയിച്ച മിഷൻ മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പമാണ് കത്തോലിക്ക സഭ കൊച്ചുരേസ്യയെ ഇപ്പോൾ ആദരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പ്രവൃത്തി വരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സ്നേഹം വരണം എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് തീഷ്ണതയുള്ള വചനപ്രഘോഷകർ, ശുശ്രൂഷകർ കൂടുതൽ സംഘടിപ്പിച്ച് അപകടത്തിൽപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രവൃത്തി വരുന്ന ഹൃദയത്തിൽ സ്നേഹം വരണം. നമുക്ക് ഈ കാര്യം മനസ്സിലാകാൻ നമ്മൾ പുതിയ ശുശ്രൂഷ രീതികൾ കണ്ടുപിടിക്കുകയാണ്. പുതിയ ശുശ്രൂഷ രീതികൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പിൽ പുതിയ സ്നേഹം ഹൃദയത്തിൽ സംഭവിക്കാൻ വേണ്ടിയാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് കൊറിന്തോസ് ലേഖനത്തിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില വ്യർത്ഥ ബഹുമാനത്തെ പ്രതി, ചില മാത്സര്യത്തെ പ്രതിയൊക്കെ ശുശ്രൂഷ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ സംഭവിക്കുന്നത്? അപ്പം കൂടുതൽ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ളവർ അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. കാരണം ഇങ്ങനെയാണ് ഒരു മനഃശാസ്ത്രം പറയുന്നത്. ഒരു വ്യക്തി എന്തിൽ അഭിമാനിക്കുന്നത് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി എന്തിൽ അഭിമാനിക്കുന്നുവോ അതെപ്പോഴും പുറത്ത് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാറുള്ളത്, നമുക്ക് എന്തെങ്കിലും പ്രത്യേക കൃപാവരങ്ങൾ കഴിഞ്ഞാൽ അത് കാണിക്കാൻ നല്ല വേദിയാണ് ശുശ്രൂഷ. പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മൾ അറിയുന്നില്ല മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിത് അറിയാൻ വേണ്ടി സമയം കൊടുക്കാറില്ല. മറ്റുള്ള വ്യക്തികളിൽ നിന്ന് പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെന്ന് പ്രകടിപ്പിക്കാൻ നല്ല വേദിയാണ് ശുശ്രൂഷാവേദികൾ. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിലൊന്ന് ഈശോ ചെയ്തൊരു വലിയ അത്ഭുതമാണ്. അത് ബൈബിൾ എഴുതിയിട്ടില്ല, നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുള്ളതാണ്. ഈശോ 30 വർഷക്കാലം നസ്രത്തിൽ ജീവിച്ചിരുന്നിട്ട്, അവൻ ദൈവമായിരുന്നിട്ടും ഒരിക്കൽ പോലും താൻ ദൈവമാണെന്ന് കാണിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്യാതെ അവൻ 30 വർഷക്കാലം കഴിച്ചു കൂട്ടി. ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അത് തന്നെയാണ്. അവൻ്റെ ഉള്ളിലെ ഈ നന്മകൾ ആവശ്യ സമയത്തല്ലാതെ, ആവശ്യത്തിന് വേണ്ടി അല്ലാതെ പുറത്ത് പ്രകടിപ്പിക്കാതെ അവൻ രഹസ്യമായി കഴിച്ചു കൂട്ടി. പലപ്പോഴും നമ്മളുടെ ശുശ്രൂഷകൾ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലാതെ, ക്രിസ്തുവിനുള്ള സ്നേഹം നിർബന്ധിക്കാതെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഈ മേന്മ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് മാറുന്നുണ്ട്. ചിലപ്പോഴത് നമ്മുടെ ശുശ്രൂഷ ആൾക്കാർക്ക് മാറ്റമുണ്ടായി നമ്മൾ പ്രശംസിക്കുമ്പോൾ ഒരു രസമുണ്ട്. ഏറ്റവും വലിയ ഒരു ദുഷിച്ച ലഹരികളിലൊന്ന് പ്രശംസയുടെ ലഹരിയാണ്. ക്രിസ്തു പലപ്പോഴും അത് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ നിർവാഹമില്ലാതെ ശുശ്രൂഷ ഏർപ്പെട്ടു പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വാസ്തവത്തിൽ കുറച്ച് ദിവസമൊക്കെ മാറി നിന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട രഹസ്യങ്ങളാണിത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല, എന്ത് കാരണം കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നു. ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ് ഇക്കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ സന്യാസഭയിൽ നമുക്കറിയാം, ഈശോ സഭയുടെ സ്ഥാപന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹത്തിൻ്റെ സന്യാസഭയ്ക്ക് മറ്റ് സന്യാസ ഒരു വ്രതം കൂടുതലുണ്ട്, 4-ാം വ്രതം. പരിശുദ്ധ മാർപ്പാപ്പായോട് നേരിട്ട് അനുസരണം എന്ന വ്രതം ഏറ്റെടുത്തിട്ടുണ്ട്.
ഈശോ സഭയുടെ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത് റോമിലാണ്. ഈശോ സഭയുടെ ആ സ്ഥാപന സമയത്ത് റോമിൽ ധാരാളം ഈ പാപിനിയായ വേശ്യാസ്ത്രീകളുള്ള സമയമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ഈ വേശ്യാസ്ത്രീകളെ വിശുദ്ധീകരിക്കുന്ന അതിലേക്കുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഇപ്പോൾ അവരുടെ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ മറ്റു സ്ഥലത്തൊരു കെട്ടിടത്തിൽ കൊണ്ട് താമസിപ്പിക്കും. ഒരു ദിവസം ഒരു വേശ്യാസ്ത്രീ ഇതുപോലെ ഈശോയെക്കുറിച്ച് പറഞ്ഞ മനസ്സ് തിരിച്ച് ഇദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പോൾ വഴിക്ക് വെച്ചൊരു സ്നേഹിതൻ ഇഗ്നേഷ്യസിനെ കണ്ടു. അപ്പോൾ സ്നേഹിതൻ ചോദിച്ചു, അല്ല ഇഗ്നേഷ്യസ്, ഇതുപോലെ പാപത്തിൽ കിടന്ന് തഴങ്ങിയൊരു സ്ത്രീയെ കൊണ്ടുപോയി നിങ്ങളിതുപോലെ മാറ്റി പാർപ്പിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവർക്ക് തിരിച്ചു പോരുകയില്ലേ? അപ്പോൾ ഇഗ്നേഷ്യസ് ഒരു മറുപടി കൊടുത്തു. നമ്മൾ ശുശ്രൂഷകൾക്കെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒരു വാക്കാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവരെ മാറ്റി പാർപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവർ പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും കുറച്ച് മാത്രമേ എൻ്റെ കർത്താവ് വേദനിക്കപ്പെടുകയുള്ളല്ലോ. ഞാനിവരെ മാറ്റി പാർപ്പിക്കുന്നത് കൊണ്ട് ഇവർ ഒരു പ്രാവശ്യമെങ്കിലും പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും കുറച്ച് എൻ്റെ കർത്താവ് വേദനിക്കപ്പെടുകയുള്ളൂ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയുടെ ലക്ഷ്യം കർത്താവ് സ്നേഹിക്കപ്പെടണം, അവിടുന്ന് വേദനിക്കരുത് എന്ന് മാത്രമാകണം. ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാതൽ അതാണ്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം സ്നേഹിക്കപ്പെടണം, എല്ലാവരാലും സ്നേഹിക്കപ്പെടണം, അവൻ ആര് വഴിയും വേദനിക്കപ്പെടരുത്. എൻ്റെ വിശുദ്ധീകരണ മാർഗമോ ഇനി മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലുമോ വാസ്തവത്തിൽ യഥാർത്ഥ രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണ ലക്ഷ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.